ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് റിസൾട്ട് ലഭിക്കുവാനും അതുപോലെ തന്നെ കിട്ടിയ റിസൾട്ടിനെ സസ്റ്റെയിൻ ചെയ്യിക്കുവാനുമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട 3 കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെറുതെ വെയിറ്റ് മാത്രം കുറയ്ക്കുന്നതിൽ അർത്ഥമില്ല. വെയിറ്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ ഇംപ്രൂവ് ചെയ്യാനും സാധിക്കണം. എന്നാൽ മാത്രമാണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറച്ചാൽ മാത്രമാണ് കിട്ടിയ റിസൾട്ടിനെ നമുക്ക് മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനും കിട്ടിയ റിസൾട്ടിനെ നിലനിർത്താനുമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഹെർബലൈഫ് ന്യൂട്രീഷൻ ഷേക്ക് ആണ് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ടൈമിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കുക. ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ ബ്രേക്ക്ഫാസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണെങ്കിലും നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. നമ്മൾ രാത്രി കിടന്ന് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ അത്രയും ഗ്യാപ്പിലുള്ള ഒരുപാട് മണിക്കൂർ നേരത്തെ ഗ്യാപ്പിലുള്ള ആ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും രാവിലത്തെ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. രാവിലെ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി എടുക്കുന്നത്, അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യുന്നത്. ഈ പറഞ്ഞ 2 കണ്ടീഷനും വളരെ റോങ് ആണ്. ഇത് വെയിറ്റ് ലോസിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കുക, ചെയ്യാതിരിക്കുക. കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ പെട്ടെന്ന് തന്നെ ഷൂട്ടപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഡൗൺ ആക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ബ്ലഡ് ഷുഗർ വ്യതിയാനം കാരണം നമുക്ക് വിശപ്പ് അനുഭവപ്പെടുകയും നമ്മൾ കാലറി ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യുന്നു. അതുമൂലം നമ്മുടെ കാലറി മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പ് ആവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഹെൽത്തി വെയിറ്റ് ലോസിനെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിന് വേരിയേഷൻ ഉണ്ടാവുകയും നിങ്ങൾക്ക് വിശപ്പുണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ കാലറി ഇൻടേക്ക് ചെയ്യുകയും നമ്മുടെ വെയിറ്റ് ലോസിനെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലത്തെ മോർണിംഗ് ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് കട്ടിയായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ ലഞ്ച്, രാത്രിത്തെ ഡിന്നർ, ഈ 3 നേരത്തെ ഭക്ഷണവും ന്യൂട്രീഷൻ ഷേക്ക് തന്നെ എടുക്കുന്ന ഒരു മെത്തേഡാണ്. ഇത് എടുക്കുന്നത് വളരെ വേഗത്തിൽ 2 കിലോ 3 കിലോ 4 കിലോ ഫാസ്റ്റ് ആയിട്ട് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നില്ല. എന്നാലും ചില ആളുകൾ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വളരെ വേഗത്തിൽ നടക്കും. 2 കിലോ 3 കിലോ ഒക്കെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ സിമ്പിൾ ആയിട്ട് നടക്കും. പക്ഷേ ഈ ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് ഒരിക്കലും തന്നെ ആരോഗ്യകരമായിട്ടുള്ള റിസൾട്ട് അല്ല. അതുപോലെ തന്നെ ഈ റിസൾട്ടിനെ നിലനിർത്താൻ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് മെത്തേഡ് ആണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഒരിക്കലും ഒരു പട്ടിണി നടന്നിട്ടുള്ള വെയിറ്റ് ലോസ് മെത്തേഡ് അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് കാലറി മാനേജ്മെന്റ് നോക്കിയിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ്, നമ്മുടെ ആരോഗ്യത്തിന് ഇംപ്രൂവ് ചെയ്യാനുള്ള വെയിറ്റ് ലോസ്, ഈ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഹെർബലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നത്. ഒരു ദിവസം നമുക്ക് ബോഡി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ 30% വേണം, അതുപോലെ തന്നെ ഫാറ്റ് 30% വേണം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ 40% വേണം. ഇത് പ്രോപ്പറായിട്ട് ചെന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ ന്യൂട്രീഷൻ ഷേക്ക്, പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്ക്, പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട്, ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് നമുക്ക് സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ലോസ് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ആരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് അവിടെ നടക്കുന്നത്. ആ വെയിറ്റ് ലോസ് നമുക്ക് ഹെൽത്തി ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ കുറഞ്ഞ വെയിറ്റിനെ നമുക്ക് നിലനിർത്താനും ഇത്തരത്തിലുള്ള മെത്തേഡ് വളരെ ക്ഷമയോടെ ഫോളോ അപ്പ് ചെയ്താൽ സാധിക്കുന്നതാണ്. നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറുക്ക് വഴികൾ നിങ്ങളുടെ ശരീരത്തിനാണ് ഹാനികരം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മെത്തേഡ് ഒന്നും ഉപയോഗിക്കാതെ വളരെ ക്ഷമയോടെ സാവധാനത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. തേർഡ് വൺ, കോച്ചിന്റെ കറക്റ്റ് ഡയറക്ഷനിലും കറക്റ്റ് ഗൈഡൻസിലും മാത്രം പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുക. ഹെർബലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് പ്രോഗ്രാം വളരെ കോമൺ ആയിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്ന വെയിറ്റ് ലോസ് മെത്തേഡാണ്. എന്നാൽ ഈ വെയിറ്റ് ലോസ് മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കോച്ചിന്റെ ഗൈഡൻസ്, അതുപോലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് കോച്ചിന്റെ ഡയറക്ഷൻ, ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പല ആളുകളും തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല റിസൾട്ടുകളും കാണേണ്ടി വരും. ചിലപ്പോൾ റിസൾട്ട് കൂടിയ ആളുകളുണ്ടായിരിക്കും, കുറഞ്ഞ ആളുകളുണ്ടായിരിക്കും, ഒരു മീഡിയം ലെവലിൽ പോകുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ പല കാറ്റഗറിയിലാണ് ഓരോരുത്തർക്കും വെയിറ്റ് ലോസ് പ്രോഗ്രാം നടക്കുന്നത്. മേ ബി നിങ്ങളുടെ ഒരു നെയ്ബർ, അല്ലെങ്കിൽ ഫ്രണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരിക്കും. അയാളൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇത് കണ്ട് നിങ്ങൾ ഓടിച്ചെന്ന് ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. പ്രോപ്പറായിട്ട് കോച്ച് പറഞ്ഞവരാണ്, കോച്ചിന്റെ ഗൈഡൻസ് ഇരുന്നാൽ മാത്രമാണ് കോച്ചിന്റെ പ്രോപ്പറുള്ള ഗൈഡൻസും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള
ഡീറ്റെയിൽസും അറിയാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസിൻ്റെ ടൈമിൽ ഇത് വേണ്ടതാണെങ്കിൽ മാത്രം കോച്ചിൻ്റെ അഡ്വൈസോറിറ്റി മാത്രം ഉപയോഗിക്കുക. മറ്റൊരാൾ ഉപയോഗിച്ചപ്പോൾ വളരെ വലിയ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് തോന്നിയതുപോലെ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. ഇനി കോച്ചാണെങ്കിൽ പോലും പ്രോപ്പറായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് അതുപോലെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്തു തന്നാൽ മാത്രം ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം മേടിക്കുക, ഉപയോഗിക്കുക. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ പോലെ ഒരുപാട് പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ലഭിക്കത്തില്ല. വെറുതെ വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, സെക്കൻഡ് വൺ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുക, തേർഡ് വൺ കോച്ചിങ്. ഈ മൂന്നും കൂടെ കൂടുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോച്ചിൻ്റെ ഗൈഡൻസും അതുപോലെ ഡയറക്ഷനും പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ലഭിക്കത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുവാനും അതുപോലെ തന്നെ കിട്ടിയ റിസൾട്ടിനെ നിലനിർത്തുവാനുമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഹെർബൽ ലൈഫ് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് നടക്കാൻ വേണ്ടി 3 നേരം ഷേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ സോളിഡായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും സ്റ്റോപ്പ് ചെയ്യുക. തേർഡ് വൺ കോച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനും ഗൈഡൻസും ഇല്ലാതെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം നിങ്ങൾ വെയിറ്റ് ലോസ് സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കോച്ചിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളെ കോച്ച് ചെയ്യാനും വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.